ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലാണ് ബ്ലോഗ്സ് ബൈ കിരൺ ബ്ലാക്ക്. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റാണ്. ഇതൊരു ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ എപ്പോഴും ചെയ്യാൻ പറ്റുന്ന നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു കെമിക്കൽ ചേർക്കാത്ത നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് കൂടുതലായിട്ടും നമ്മൾ സംരക്ഷിക്കുന്നത് മുഖക്കുരുവിൽ നിന്നും ടാനിങ്ങിൽ നിന്നൊക്കെ നമ്മൾ സംരക്ഷിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇതൊരു വെജ് പീൽ എന്ന് പറയും, വെജ് കോട്ട് പീൽ. എന്നാലും നമ്മളിങ്ങനെ പൊളിച്ചെടുക്കുന്ന ടൈപ്പ് പീലല്ല, വെജ് കോട്ട് പീൽ എന്നും പറഞ്ഞ് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഈ പ്രൊഡക്റ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ നിങ്ങൾ ഇതായത് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ആദ്യം ഞാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, ജോവീസ് ഹെർബൽ ഓട്ട് പീലാണ് കേട്ടോ. ഇതൊരു പീല് പോലെ, പക്ഷെ നമ്മൾ പൊളിച്ചെടുക്കുന്നതല്ല, പക്ഷെ നല്ല സ്കിന്നിന് നന്നായിട്ട് നല്ല എൻഹാൻസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ്. ഞാനിത് പഠിക്കുന്ന കാലം തൊട്ട്, ഞാൻ ഡെർമറ്റോളജി കോസ്മെറ്റോളജി കോഴ്സ് ചെയ്യുന്ന കാലം തൊട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ്. ഇപ്പോൾ ഞാൻ 8 വർഷത്തിൽ കൂടുതലായി ഞാനിപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ട് അന്ന് തൊട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. ഇത് മെയിനായിട്ടും കുരു നന്നായിട്ട് ഉറക്കും. കുരു ഫേസിൽ നന്നായിട്ട് കുരു ഉള്ളവർക്ക് കുരുവൊക്കെ നന്നായിട്ട് തോന്നി. ഞാൻ കുരുവൊക്കെ വരുമ്പോഴത്തേക്കും തേക്കണത് ഇവിടെ ആ കുരുവിടെ പാടുണ്ട്. ഈ കുരുവൊക്കെ ഭയങ്കര ബൾജായിട്ടിരിക്കുന്ന കുരുവൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ മതി. ഈ ഒരു പ്രൊഡക്റ്റിനെ ട്രസ്റ്റ് ചെയ്തോളൂ നിങ്ങൾ. എന്ത് വന്നാലും കുരുവൊക്കെ പോകും. കാരണം ഇതിനകത്ത് എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ആൽമണ്ട് പൗഡർ, ഹെന്ന പൗഡർ, പിന്നെ റൈസ് പൗഡർ, വീറ്റ് പൗഡർ, പിന്നെ കുറേ സാധനങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് എല്ലാത്തിൻ്റെയും കൂടി ഒരു മിക്സ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. ഇത് കുരു ഉള്ളവരാണെങ്കിൽ മസാജ് ഒന്നും ചെയ്യരുത്. ഡയറക്റ്റ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും ക്ലീൻ ചെയ്ത് കളയുക. സോപ്പൊന്നും യൂസ് ചെയ്യാണ്ട് വെറുതെ വെള്ളത്തിൽ ക്ലീൻ ചെയ്താൽ മതി. നമുക്ക് കുരുവൊന്നും ഇല്ലാത്തവരാണ് ഇപ്പോൾ ലൈറ്റായിട്ട് കുരുവൊക്കെ, ഇപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ മസാജ് ചെയ്യാം. കാരണം കുരു ഉള്ളപ്പോൾ ഒന്നും കൂടി മസാജ് ചെയ്ത് കഴിഞ്ഞാൽ കുരു പൊട്ടുക. അപ്പോൾ ഇതിന് ഡയറക്റ്റ് നോർമലി അപ്ലൈ ചെയ്യുക, വെള്ളം നനച്ച് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യാണ്ട് ഒന്ന് ഇതാക്കി കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇത് ഉണങ്ങി ഒരു ഇത് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ ഇതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റും നമുക്കിപ്പം മുട്ടയുടെ വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്യാം, റോസ് വാട്ടർ വെച്ച് മിക്സ് ചെയ്താലും മതി, കുഴപ്പമില്ല. ഞാൻ മുട്ടയുടെ വെള്ളം ആഡ് ചെയ്തിട്ട് റോസ് വാട്ടറും മിക്സ് ചെയ്യും. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ആദ്യമായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആദ്യം ഒന്ന് ഫേസ് ക്ലീൻ ചെയ്യുക, ക്ലെൻസർ വെച്ചോ ഫേസ് വാഷ് വെച്ചോ. എങ്ങനെയെന്ന് വെച്ചാൽ മുഖം ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് മിക്സ് ചെയ്തിട്ട്, ഇത് അധികം ലൂസ് ആവാണ്ട് ഒരു ഇത്തിരി കട്ടിക്ക് മിക്സ് ചെയ്തിട്ട് വേണം ഇത് ഇതാക്കാൻ. എത്ര ലൂസാക്കി ഇടരുത്, കുറച്ചൊരു ലൂസ് അല്ല എന്നൊരു കട്ടിയല്ലാത്തൊരു പരുവത്തിൽ വേണം ഇത് നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഇത് അപ്ലൈ ചെയ്യുക. ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല, ഞാൻ പറയാം. ഞാനിത് ഉപയോഗിച്ച് നന്നായിട്ട് റിസൾട്ട് തന്നിട്ടുള്ളൊരു സാധനം. നമ്മൾ പഠിക്കുന്ന സമയത്തായാലും നമ്മൾ ഫ്രണ്ട്സൊക്കെ കയ്യിൽ അപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ കുരുകളൊക്കെ 1 മാസത്തിനുള്ളിൽ കുറയുന്നതാണ്. ഒരാഴ്ചയിൽ ഒരു ദിവസം വെച്ച് ഇത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ മേടിക്കാൻ ശ്രമിക്കുക. ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും. ജോവീസ് ഹെർബൽ വെജ് ഓട്ട് പീൽ കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ മിക്സ് ചെയ്യണമെന്നും ഫേസിൽ ഇടണമെന്നൊക്കെ ഒന്ന് കണ്ടു. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് കേട്ടോ. ഇത് നമ്മുടെ പൗഡർ ഇതിലൊരു 2 സ്പൂൺ നമ്മുടെ ആവശ്യത്തിന് എടുക്കുക. ഒരു ബൗളിലേക്ക് എടുത്തിട്ട് മുട്ടയുടെ വെള്ള ആദ്യം ആഡ് ചെയ്യുക. ഞാൻ 2 മുട്ടയുടെ വെള്ള മാത്രമേ ആഡ് ചെയ്യണുള്ളൂ കേട്ടോ. മഞ്ഞ ആഡ് ചെയ്യരുത്, വെള്ളം മാത്രം ആഡ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് വേണ്ടത്, ഇത് റോസ് വാട്ടർ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഇത്രയും 2 മുട്ടയുടെ വെള്ളം കൊണ്ട് മിക്സ് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ കുറച്ച് റോസ് വാട്ടർ നമുക്ക് ആവശ്യം നോക്കി അത്ര ലൂസും ആവരുത്, അത്ര ടൈറ്റും ആവാത്തൊരു മീഡിയം, നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു ഇതില്ലേ, അത്രയും ലൂസ് ആവണ്ട, അതിനെക്കാട്ടി കുറച്ചും കൂടി ഒരു തിക്നെസ്സിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് കണ്ട. ഈ ഒരു പരുവത്തിൽ ഇത് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത്ര കട്ടിയല്ല, അത്ര ഇതുമല്ല. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അത്ര കട്ടിയല്ല, അത്ര ഇതല്ല. ഞാൻ ഒരു മുട്ടയുടെ വെള്ളയെ ചേർത്തുള്ളൂ കേട്ടോ. കാരണം അതിനകത്ത് ഭയങ്കര കുറേ വെള്ളയുണ്ടായിരുന്നു. സാധാരണ അതിനകത്ത് കുറവല്ലേ ഉണ്ടാവുള്ളൂ, ഇത് നല്ലപോലെ വെള്ളയുണ്ടായിരുന്നു. അപ്പോൾ ഒരു മുട്ടയുടെ വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതിനകത്തേക്ക് ഒരു തുള്ളി റോസ് വാട്ടർ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത്ര കട്ടിയല്ലാത്ത രീതിയിൽ കണ്ടോ. നമ്മളിങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ
ഇതുപോലെ നമ്മുടെ ഫേസിൽ ഇടാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എന്നിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ മുഖക്കുരു ഉള്ളവർ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അപ്ലൈ ചെയ്താൽ മാത്രം മതി. 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക കേട്ടോ. ആരും ഉപയോഗിച്ചാലും 20 മിനിറ്റ് റെസ്റ്റ് കൊടുക്കുക അപ്ലൈ ചെയ്തതിന് ശേഷം. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഡ്രൈ ആവുമല്ലോ. അപ്പോൾ ഒന്ന് മുഖക്കുരു ഉള്ളവരാണെങ്കിൽ ഒന്ന് റോസ് വാട്ടറോ അല്ലെങ്കിൽ കുക്കുംബർ വാട്ടറോ എന്തെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ റെസ്റ്റ് കൊടുക്കുക. പിന്നെയും ഡ്രൈ ആവാൻ വിടുക. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് മസാജ് ചെറുതായിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യണത് എങ്ങനെയെന്നൊന്ന് കാണാം. ഓക്കെ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അല്ലെങ്കിൽ ക്ലെൻസിങ് മിൽക്ക് വെച്ച് ഒന്ന് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ഫേസ് വാഷ് വെച്ച് എന്തെങ്കിലും നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുക. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം വാഷ് ചെയ്യുമ്പോഴത്തേക്കും വെറുതെ വാഷ് ചെയ്താൽ മതി. സോപ്പൊന്നും യൂസ് ചെയ്യണം എന്നില്ല. വെറുതെ നന്നായിട്ട് ക്ലിയർ വാട്ടറിലോ നന്നായിട്ട് അങ്ങോട്ട് വാഷ് ചെയ്തെടുക്കുക. ഓക്കെ. കാരണം പയർ പൊടിയൊന്നും ആഡ് ചെയ്യണ്ട. മുട്ടയുടെ ഇത് ഇപ്പോൾ ചിലർക്ക് മുട്ടയുടെ മണം ഉണ്ടാവും, മുട്ടയുടെ ഇത് ഉണ്ടാവും, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അത് എന്താ പറയുക, വാഷ് ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് പൊക്കോളും. പിന്നെ മുട്ടയുടെ വെള്ളം യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ റോസ് വാട്ടർ വെച്ച് തന്നെ മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്ന് കാണാം. അപ്പോൾ ഞാൻ നല്ല ഫേസ് നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട്. ഫേസ് വാഷ് വെച്ച് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ. കണ്ട് ഇതിങ്ങനെ ഒരു തരി 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 പോലെ ഉണ്ടാവും ഇതിനകത്ത്. ഇങ്ങനെ ഒരു പോലെ അപ്ലൈ ചെയ്യാം. ഫുൾ അപ്ലൈ ചെയ്യാം. കണ്ണിൻ്റെ ചുറ്റും തേക്കണ്ട. അതുകൊണ്ട് നമുക്ക് ഫേസ് എവിടേക്കാണോ ഇതുള്ളത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുരു ഉള്ളവരാണെങ്കിൽ അധികം മസാജ് ചെയ്യരുത് കേട്ടോ. കുരു ഉള്ളവരാണെങ്കിൽ മസാജ് ഇത് കുരു ഉള്ളവർക്ക് നമുക്ക് ഫേഷ്യലിന് പകരം ഇത് അപ്ലൈ ചെയ്താലും മതി. കുരുള്ള ഇപ്പോൾ നമ്മുടെ ഫേസിൽ നല്ലപോലെ കുരു ഉള്ളവരാണെങ്കിൽ നമുക്ക് ഫേഷ്യൽ ചെയ്യാൻ പാടില്ല. ഫേഷ്യൽ ചെയ്യുമ്പോൾ ഒന്നും കൂടി കുരു കൂടും. അപ്പോൾ അതിന് പകരം നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. നല്ല റിസൾട്ട് ആയിരിക്കും. നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ കുരുവൊക്കെ നല്ലപോലെ കുറയും കേട്ടോ. കാരണം ഇത് ഞാൻ പഠിക്കുന്ന ടൈം തൊട്ട് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അവിടെ ഇപ്പം കുരു ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവരിവിടെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ മിക്കപ്പോഴും ആഴ്ചയിൽ വന്നിട്ട് അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരുന്നതാണ്. നല്ല ഫേസിൽ കഴുത്തിൽ അപ്ലൈ ചെയ്യണേ. അപ്പോൾ ഞാൻ ഫേസിലും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കയ്യിലും കുറേ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് ബാക്കി ഉണ്ടായിരുന്നത് കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്തോ. അപ്പോൾ എന്താ പറയുക, ഇത് നമുക്കൊരു ആഴ്ചയിൽ ഒരു ദിവസം യൂസ് ചെയ്താൽ മതി. മുഖക്കുരു ഉള്ളവരാണെങ്കിൽ മസ്റ്റായിട്ടും യൂസ് ചെയ്യുക കേട്ടോ. നല്ല റിസൾട്ടായിരിക്കും. ഞാൻ എടുത്ത് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. നല്ല റിസൾട്ട് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ എടുത്ത് പറയുന്നത്. എന്താ പറയുക, നിങ്ങൾക്ക് ആ റിസൾട്ട് ഒരു മാസത്തിനുള്ളിൽ ഒരു മാസം യൂസ് ചെയ്താൽ, ഒരു മാസം 4 തവണ യൂസ് ചെയ്തത്, ആഴ്ചയിൽ ഒരു ദിവസം വെച്ച്, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ മുഖക്കുരു കുറയണത് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് എഗ്ഗിൻ്റെ വൈറ്റ് യൂസ് ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ റോസ് വാട്ടറോ കുക്കുംബറിൻ്റെ നീരോ വെച്ച് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുക. അധികം വെള്ളമാക്കാണ്ട് ഇത്ര കട്ടിയിൽ ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ. ഒരു 2 സ്പൂണൊക്കെ മതി. നമുക്കൊരു 20 മിനിറ്റ് റെസ്റ്റ് കൊടുത്തിട്ട് നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കുക. ഇത് നമുക്ക് ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈനിൽ മേടിക്കാൻ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് പോണ പാർലറിലായാലും ഈ സർവീസ് ഉണ്ടാവും. ഈ പ്രൊഡക്റ്റിൻ്റെ മിക്ക പാർലറിലും ചെയ്യുന്ന ഒരു ഇതാണ്. നല്ല റിസൾട്ട് കിട്ടുന്ന കാരണം മിക്ക പാർലറിലും ചെയ്യുന്ന ഇതാണ്. ചിലവർ വീഡിയോ കണ്ടവർക്ക് ചെയ്യുന്നവരായിരിക്കാം ഓൾറെഡി കേട്ടോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഇട്ടപ്പോൾ തന്നെ ഡ്രൈ ആയി തുടങ്ങി കേട്ടോ. ഒരു 20 മിനിറ്റ് ആണ്. അതിനകത്തൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് കഴിയുമ്പോഴത്തേനും ഇതാവും. എന്നിട്ടൊന്ന് ഇത് ചെയ്തിട്ട് മുഖക്കുരു ഇല്ലാത്തവരൊന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് വെച്ച് ലൈറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് വെച്ച്. കുരു ഉള്ളവരാണെങ്കിൽ വെറുതെ നനച്ചു കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെയും 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്കിനി ഒന്ന് ഉണങ്ങട്ടെ. എന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഡ്രൈ ആകുമ്പോഴത്തേക്ക് ഇതാക്കാം കേട്ടോ. 10 മിനിറ്റ് ആയിട്ട് 10 മിനിറ്റ് ആയിട്ടാണ് ഇത് ഭയങ്കര ടൈറ്റ് ആണ് കേട്ടോ. ടൈറ്റ് ആവും. അപ്പോൾ ഇത് നമുക്കൊന്ന് എന്താ പറയുക, റോസ് വാട്ടർ അല്ലെങ്കിൽ നോർമൽ വാട്ടർ ആയാലും മതി. ഒന്ന് ഇതാക്കിയിട്ട് ഒന്ന് ലൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് മസാജ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ കുരുള്ളവരാണെങ്കിൽ മസാജ് ഒന്നും ചെയ്യേണ്ട. വെറുതെ നനച്ച് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക, വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് എന്താ പറയുക, ഒന്ന് സ്പ്രേ ചെയ്തിട്ടോ അല്ലെങ്കിൽ റോസ് വാട്ടറോ നോർമൽ വാട്ടറോ വെച്ച് ഒന്ന് ഡ്രൈ ആക്കി കൊടുക്കുക. വെറ്റായി വരുന്നുണ്ട് കൈയൊക്കെ ഇങ്ങനെ ഭയങ്കര ടൈറ്റായി കണ്ട. ഇത് പീലാണ് എന്ന് പറയും, പക്ഷെ അതങ്ങനെ പൊളിച്ച് കളയേണ്ട ഒരു ഇതല്ല. കണ്ട ഇങ്ങനെ വിണ്ട് കിടക്കണം.
നമുക്കിനി ഇതൊന്ന് ഞാൻ അതേ ഒന്ന് വെറ്റാക്കിയിട്ടൊന്ന് ലൈറ്റ് മസാജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നോർമൽ വാട്ടറിലാണ് ചെയ്തത്, കാരണം ഞാൻ ഓൾറെഡി അതിനകത്ത് റോസ് വാട്ടർ ഇട്ടാക്കണ കാരണം അങ്ങനെ ചെയ്തില്ല. ഇനി റോസ് വാട്ടർ ഇട്ട് വെറുതെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് വെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. കണ്ട ഒന്ന് മസാജൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എഴുതി കൈയൊക്കെ ഞാനൊന്ന് വെറ്റാക്കി മസാജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 10 മിനിറ്റും കൂടി റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വാഷ് ഔട്ട് ചെയ്തിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ 10 മിനിറ്റും കൂടി റെസ്റ്റ് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്തു. നോർമലായിട്ട് വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കയ്യിൽ ഇതൊക്കെ ഞാൻ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് നന്നായിട്ട് പിഗ്മെൻറ്റേഷനും നമ്മുടെ ഡെഡ് സ്കിന്നും എല്ലാം റിമൂവ് ചെയ്യും. ഡീപ്പായിട്ട് കിടക്കുന്ന അഴുക്കുകൾ, ടാനൊക്കെ റിമൂവ് ചെയ്യും. പിന്നെ നമ്മൾ എഗ്ഗിൻ്റെ വൈറ്റും കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ നല്ലൊരു സ്മൂത്ത്നെസ് വരും. അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും യൂസ് ചെയ്യുക. ഒരു മാസം യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട്, നല്ല ക്ലിയർ സ്കിന്നാവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.